السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الواحد المنان. الصلاة والسلام على النبي المعطر بالروح والريحان وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, മറ്റു നാട്ടുകാരെ, ശ്രോതാക്കളെ, പ്രതിസന്ധികളും വൈതരണികളും നിരന്തരമായി ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിൽ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമകാലിക സാഹചര്യത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ത്യാഗനിർഭരമായ ഓർമ്മകൾ പുനർവായന തേടുകയാണ്. ഈ സാഹചര്യത്തിൽ ത്യാഗത്തിന്റെ ഇസ്ലാമിക മുദ്രകൾ എന്ന വിഷയം നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാചകരുടെയും പൂർവസൂരികളുടെയും ത്യാഗസമ്പൂർണമായ ജീവിതവും അനുകരണീയ മാതൃകകളും നിരന്തരമായി പകർന്നു തരുന്ന വിശുദ്ധ ഖുർആൻ വിശ്വാസികൾ ആത്മീയ പരിസരത്തേക്ക് ആനയിക്കുകയാണ്. പരീക്ഷണങ്ങളുടെ പേമാരികൾ പെയ്തിറങ്ങിയപ്പോൾ ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുത്തുവല്ലോ. വകുല്ലൻ നഖുസ്സു മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക്. ഹൃദയത്തിന് ആത്മബലം നൽകുവാനാണ് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിതങ്ങൾ നാം വിശദീകരിക്കുന്നത്. ശത്രുക്കളുടെ പരിഹാസങ്ങൾ നിറഞ്ഞ ക്രൂരമ്പുകൾ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയപ്പോഴും അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം മലമുകളിൽ കപ്പലുണ്ടാക്കിയപ്പോൾ ആളുകൾ കളിയാക്കിയപ്പോഴും ഈമാനിന്റെ സുന്ദര കവചം തീർത്ത സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമും ചരിത്രത്തിന്റെ കനൽ പദങ്ങളിൽ തുല്യതയില്ലാത്ത അഗ്നികുണ്ടാരമൊരുക്കി സർവസന്നാഹങ്ങളോട് ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ച നമ്രൂദിന്റെ കുതന്ത്രങ്ങൾക്ക് മുമ്പിലും സ്വന്തം മകനെ അറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോഴും ഈമാനിന്റെ സുന്ദര കവചം തീർത്ത സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും ത്യാഗത്തിന്റെ ഇസ്ലാമിക മുദ്രകളാണ്. ദൈവിക വഴിയിൽ ജീവിതം നയിച്ചതിനും മുസാ നബി അലൈഹിസ്സലാമിനെ സ്നേഹിച്ചു വളർത്തിയതിനും ഫറോവയുടെ കിരാതമായ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്ന മഹിളാരത്നം ബീവി ആസിയ റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ അചഞ്ചലമായ തീരുമാനത്തില് സ്വന്തം പിഞ്ചുമോനെ പ്രസവിച്ചതിന്റെ പേരില് ലൈംഗികാരോപണങ്ങൾ നേരിടേണ്ടി വന്ന മഹിളാരത്നം ബീവി മറിയം റളിയല്ലാഹു അൻഹയും ഇസ്ലാമിക സമൂഹത്തിന് ത്യാഗത്തിന്റെ മുദ്രകൾ സമർപ്പിക്കുകയായിരുന്നു. हर करबला के बाद इस्लाम जिंदा होता है. പരീക്ഷണങ്ങളുടെ 100,000 കർബലകൾ കടന്നു വരുമ്പോൾ ഇസ്ലാമിക സമൂഹം ശക്തി സംഭരിക്കേണ്ടവരും അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്ക് വഴിപ്പെടേണ്ടവരുമാ. പ്രബോധനത്തിന്റെ പ്രാരംഭ ദിശയില് ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ചാർത്തിയപ്പോഴും പിറന്ന നാട് വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും ബദറും ഉഹുദും ഹന്തകും ഹൈബറും അടങ്ങുന്ന യുദ്ധമുഖങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ ഈമാനിന്റെ മാതൃക കാണിച്ചു തന്ന അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ഉദാത്ത മാതൃകയാണ്. നമുക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചും സഹിച്ചും ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതോടുകൂടി
വയോധ മത്സരം അവസാനിച്ചിരിക്കുന്നു. ഇനി വേദിയിൽ